ഗൈസ്, ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. ഞാനും എൻ്റെ മോളും. ഇതെൻ്റെ ബ്രദറിൻ്റെ മോനാണ്. പോയിട്ട് വരാം. ഗൈസ്, ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു വീട്ടിൽ നിന്ന്. അങ്ങനെ മോള് ട്യൂഷന് പോയി, മൂത്ത ആൾ. അപ്പോൾ അവളെ വിളിക്കാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് അവൾ വരുന്നുണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട്. ഇനി അവളെയും കൂടെ കയറ്റിക്കൊണ്ട് നമ്മൾ യാത്ര തിരിച്ചു. അവിടെ പല്ലേ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പി മുറുക്കേണ്ട ഡേറ്റ് ആയിരുന്നു. അപ്പം അവിടെ കയറി പല്ലിലെ കമ്പി ഒന്ന് മുറുക്കണം. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട എത്തിയിരിക്കുകയാണ്. അറിയാമല്ലോ, കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് ശാസ്താംകോട്ട. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഭരണിക്കാവിലൊരു റോയൽ ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഫുഡാണ് അവിടുത്തെ. മിക്കവാറും ആൾക്കാരൊക്കെ വരുന്നതാണ്. അങ്ങനെ ശാസ്താംകോട്ട വഴി ഞങ്ങൾ ഭരണിക്കാവിലോട്ട് പോവുകയാണ്. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭരണിക്കാവ് ജംഗ്ഷനിലെത്തി. റോയൽ ബേക്കറിയിൽ ഇറങ്ങി. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ബേക്കറിലോട്ട് കയറി. ബേക്കറി റെസ്റ്റോറൻറ്റും കൂടാണ്. അങ്ങനെ ഞങ്ങളകത്ത് കയറി, എല്ലാവരും കയറിയിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. ബിരിയാണിയൊക്കെ കഴിഞ്ഞു. അവിടെ ഊണില്ല, മീൽസ് ഇല്ല അവിടെ. പിന്നെ ഞങ്ങൾ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. ചിക്കൻ സൂപ്പായിരുന്നു. 2x4 ആയിട്ട് ചെയ്തു. അത് കഴിച്ചു. എന്നിട്ട് ഒരു നൂഡിൽസ്, വെജ് നൂഡിൽസും പിന്നെ ഫ്രൈഡ് റൈസും ഒരു BDF ഉണ്ടല്ലോ, മറ്റേ ബീഫ് ഡ്രൈ ഫ്രൈ, അതും ഓർഡർ ചെയ്തു. അങ്ങനെ അവരൊത്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റാണ്. നല്ല രുചികരമായ ഫുഡാണ്. പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ, ലൈമൊക്കെ ഓർഡർ ചെയ്തു. കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നീട് ഞങ്ങൾ എഴുകോൺ എന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മൂത്ത പെങ്ങളുടെ വീടാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് റംബൂട്ടാനുണ്ടായിരുന്നു. ഞങ്ങൾ അതുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ എഴുകോണിലോട്ട് പോവുകയാണ്. എഴുകോൺ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലൊരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അതുകൊണ്ട് ചുറ്റുമല കഴിഞ്ഞ് കുണ്ട്ര വഴിയാണ് പോകുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇറക്കവും കയറ്റമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഇറക്കമുണ്ടോ, നല്ല വയലും മനോഹാരിതയായ സ്ഥലമാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം. പിന്നെ ഞങ്ങൾ കേരളപുരത്ത് ഒന്ന് പോകണം. ഏട്ടൻ്റെ വീട് കേരളപുരത്താണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഒത്തിരി സ്ഥലമുണ്ട്. കുറേ ദൂരമുണ്ട് നമുക്ക് അവിടുന്ന് കേട്ടോ. ഞങ്ങൾ യാത്ര തിരിച്ചു പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എത്തി, ചേച്ചിയുടെ വീട്ടിൽ എത്തി. റംബൂട്ടാനാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഗൈസ്. അങ്ങനെ അതും കൊണ്ട് അവിടുത്തെ അളിയൻ, ചേച്ചി, ചേട്ടൻ്റെ മൂത്ത പെങ്ങളായത്. ഞങ്ങളവിടെ കയറി അവിടുന്ന് യാത്ര തിരിച്ചു. അവിടുന്ന് കടുംചായ കുടിച്ചു. കഴിക്കാൻ സ്നാക്സൊക്കെ തന്നു. ഞങ്ങളെ കഴിച്ച് അവിടുന്ന് യാത്ര തിരിച്ച് ഇളമ്പള്ളൂർ വഴിയാണ് പോകുന്നത് കേട്ടോ. അറിയാമോ ഇളമ്പള്ളൂർ ക്ഷേത്രം, പള്ളിമുക്ക്, ആ വഴിയൊക്കെയാണ് പോകുന്നത്. പള്ളിമുക്ക് പള്ളി നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാം. ഇതാണ് പള്ളിമുക്ക് പള്ളി. പള്ളിമുക്ക് പള്ളി ഉണ്ട്. ഇളമ്പള്ളൂർ ക്ഷേത്രം ആ വഴി ഞങ്ങൾ കേരളപുരത്തോട്ട് പോകാം. ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. പക്ഷേ ചേട്ടൻ്റെ വീട്ടിൽ പോകുന്നത് ഞങ്ങൾ എടുത്തില്ല ഗൈസ്. അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഇളമ്പള്ളൂർ ക്ഷേത്രം ഉണ്ട്. ഇതാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം. ചേട്ടൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണേ. അപ്പോൾ ഓർത്തില്ല വീഡിയോ എടുക്കുന്ന കാര്യം. അവിടെ അമ്മയും ചേട്ടനും ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ നേരെ പോകുന്ന എവിടേക്കാണെന്ന് അറിയാം, ബീച്ചിലേക്ക്. അതുകൊണ്ട് ആ പോകുന്ന KSRTC ബസ്സില്ലേ, അത് ഞങ്ങളുടെ വണ്ടിയുടെ മിററിൽ തട്ടി ഒന്ന് ഷേക്കായി. അതുകൊണ്ട് ആ ബസ്സാണ് KSRTC. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി, ഞാൻ ചൂടായി അവരോട്, ഡ്രൈവറുടെ അടുത്ത് ഞാൻ ചൂടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലെത്തി ഗൈസ്. ബീച്ച് വന്നു. അന്നേരം നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഇരുട്ടി നേരം. നല്ല തിരമാലകളും, പൊക്കത്തിലെ തിരമാലകൾ.
കടൽ ഒരുപാട് ഇറങ്ങി കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരും ഒക്കെ ഉണ്ട്. കടലിലോട്ട് ആരെയും ഇറക്കുന്നില്ല. ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്, അവർ ഇറക്കുന്നില്ല കടലിലോട്ട്. പിള്ളേർ നിർബന്ധം പിടിച്ചിറങ്ങണമെന്ന്, പക്ഷേ ഇറക്കിയില്ല. കാല് നനയ്ക്കാൻ പറ്റിയില്ല അവർക്ക്. നിങ്ങളുടെ ആളൊക്കെ കണ്ടോ, നല്ല ആളുണ്ട്. പക്ഷെ നമ്മൾ ബീച്ചിൻ്റെ മെയിൻ ഇതായിട്ടുള്ള സ്ഥലത്തോട്ട് പോയില്ല. നല്ല തിരമാലകൾ കണ്ടോ, നല്ല പൊക്കത്തിലുള്ള തിരമാലകളാണ്. അങ്ങനെ പിള്ളേർക്ക് പിന്നെ ബജ്ജിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ട ബജ്ജി ഇതാണ്ട് ജാനകി മുട്ട ബജ്ജി കഴിക്കുകയാണ്. മുട്ട ബജ്ജിയും പാനിപ്പൂരിയും മുളക് ബജ്ജിയും പല ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും ബീച്ചിൽ പോകുമ്പോൾ എല്ലാവരും ഇത് കഴിക്കാതെ വരത്തില്ലല്ലോ, നമ്മളായാലും കഴിച്ചു പോവും. വേണ്ട, ജാനകി നല്ല ആസ്വദിച്ച് മുട്ട ബജ്ജി കഴിക്കുന്നുണ്ടോ, സൂപ്പറാണ്. എന്താ സൂപ്പറാന്ന് പറയുന്നുണ്ടോ. കല്യാണി ഇപ്പോൾ പാനിപ്പൂരി മേടിച്ചുകൊണ്ട് വരും. വേണ്ട, അമ്പാടിയും മുട്ട ബജ്ജി കഴിച്ചിട്ട് വന്ന് ടിഷ്യൂ പേപ്പർ കൊടുക്കുക ജാനകിയുടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കുറച്ച് നേരം നിന്നുള്ളൂ ബീച്ചിൽ. അവിടെ നിന്ന് ഞങ്ങളങ്ങ് തിരിച്ചു. കാര്യം അപ്പോഴേക്ക് രാത്രി ആവാറായടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കുറേ ഇങ്ങ് വരുമ്പോൾ കുറേ ബോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടോട്ട് പോവുകയാണ്. മറ്റേ നമ്മുടെ മീനൊക്കെ പിടിക്കുന്ന ബോട്ടുണ്ടല്ലോ, അവിടെ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. കുറേ നാളായി അവിടെ ഒന്ന് കപ്പൽ കിടക്കുന്നത് കേട്ടോ. അപ്പം ആ കപ്പൽ ഞാൻ കാണിക്കാം. കപ്പലിപ്പോൾ നമ്മുടെ കണ്ടില്ലേ കപ്പൽ, അത് യാത്രാ കപ്പലല്ല, മറ്റേ നമ്മുടെ ചരക്ക് കപ്പലാണെന്ന് തോന്നുന്നു. മറ്റേ ഫിഷറീസിൻ്റെ എന്തോ അങ്ങനെ എന്തോ കപ്പലാണ്. കണ്ട കുറേ ബോട്ടുകൾ, മീൻ വള്ളങ്ങളാണ് ഇത്. കണ്ട ഇഷ്ടംപോലെ ഉണ്ട്. അറിയാമല്ലോ കൊല്ലത്തെ പറ്റി, അറിയാമല്ലോ, മീനിൻ്റെ ചാകരയല്ലേ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അത് സ്വാദിഷ്ടമായ മീൻ കിട്ടുന്ന സ്ഥലമല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിള്ളേരെ ബോട്ടും കപ്പലും ഒക്കെ കാണിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മീനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, പക്ഷേ മേടിച്ചില്ല ഗൈസ്. ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു, മേടിക്കാൻ പറ്റിയില്ല. ആണ്ട കപ്പൽ കണ്ടില്ലേ, ചരക്ക് കപ്പലാണെന്ന് തോന്നുന്നു. കുറേ നാളായി അതവിടെ കിടക്കുന്നത്. എന്താ അതിങ്ങനെ പിടിച്ചിട്ടേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. കുറേ നാളുകൊണ്ടേ കിടപ്പുണ്ട്. അതങ്ങനെ പോസ് ചെയ്തെടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയായിരുന്നു. നിർത്തിയിട്ടിട്ട് ബോട്ടുകളും ഇഷ്ടംപോലെ ബോട്ട് കിടക്കുന്നുണ്ടോ. ഇതെല്ലാം മീൻ കച്ചവടക്കാർ മീൻ പിടിക്കുന്ന ബോട്ടുകളാണ്. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ കുറേ ദൂരം വന്നു. നമ്മളെ തേവള്ളി കേട്ടിട്ടുണ്ടോ, തേവള്ളി കൊല്ലം ജില്ലയിലെ മറ്റേ കായൽ മത്സ്യങ്ങൾ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് തേവള്ളി. അപ്പോൾ നമ്മുടെ കരിമീൻ, കക്ക, കൊഞ്ച് അങ്ങനെയൊക്കെയുള്ള കായലിലെ ഫിഷ് കിട്ടും. അതുകൊണ്ട് ആ തേവള്ളി പാലമാണിത്, തേവള്ളി പാലം. പിന്നെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. നല്ല രസമാണ് പള്ളി കാണാൻ, കാണിക്കാൻ പറ്റിയില്ല. തേവള്ളി പാലം കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ യാത്രയെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.